ഡി, നിന്നോടാ ഞാൻ ചോദിക്കുന്നത്. നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണോ അതോ അയാളുടെ കൂടെ പോയി അയാൾ കണ്ടെത്തി വെച്ചിരിക്കുന്ന പണച്ചാക്കുമായി ജീവിക്കണോ? നിനക്ക് എൻ്റെ കൂടെ ജീവിക്കണമെന്നാണെങ്കിൽ ഇവിടെ നിൽക്കണം നീ. അതല്ല അയാളുടെ കൂടെ പോകാനാണ് നിന്റെ തീരുമാനമെങ്കിൽ എല്ലാ ബന്ധവും നീ ഇവിടെ അവസാനിപ്പിച്ചിട്ട് വേണം പോകാൻ. പിന്നെ ഈ റിച്ചി നിന്റെ പുറകിൽ വരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. അവൻ പറഞ്ഞത് കേട്ടതും അവൾ കരഞ്ഞുകൊണ്ട് അവൻ്റെ നെഞ്ചിലേക്ക് വീണു. എനിക്ക് ആരെയും വേണ്ട, എനിക്ക് ഇച്ചായനെ മതി, എനിക്ക് ഇച്ചായൻ്റെ കൂടെ ജീവിച്ചാൽ മതി. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞതും റിച്ചി എല്ലാവരെയും നോക്കി ചിരിച്ചു. അവരും അവനെ നോക്കി പുഞ്ചിരിച്ചു. എല്ലാവർക്കും അവളുടെ തീരുമാനത്തോട് സന്തോഷമായിരുന്നു. അവൾ അന്നയെ നോക്കിയപ്പോൾ അന്നയും ചിരിച്ചുകൊണ്ട് അവളെ നോക്കി. മതി, നിർത്ത്. ഇതെല്ലാം കണ്ട ജോൺ ദേഷ്യം കൊണ്ട് വിറച്ചു. ജോൺ, താൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. അവൾ കൊച്ചു കുഞ്ഞൊന്നുമല്ല, 22 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് സ്വന്തമായിട്ട് തീരുമാനം എടുക്കാനുള്ള അവകാശമുണ്ട്. അലക്സ് അയാളെ നോക്കി പറഞ്ഞു. നിങ്ങൾ എന്തു പറഞ്ഞാലും ഇവനെ കൊണ്ട് ഞാൻ കെട്ടിക്കില്ല. ഞാൻ ഈ ബന്ധം നടത്താനും പോകുന്നില്ല. അയാൾ പുച്ഛത്തോടെ പറഞ്ഞു. അയ്യോ, എൻ്റെ അമ്മായിയപ്പം കെട്ടിക്കണ്ട, ഞാൻ കെട്ടിക്കോളാം ഇവളെ. പിന്നെ ഇവളെ കെട്ടാൻ എനിക്ക് നിങ്ങളുടെ സമ്മതം വേണ്ട. എന്തിന്? ഇവളുടെ സമ്മതം പോലും വേണ്ട. അതുകൊണ്ട് അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. റിച്ചിയും അതേ പുച്ഛത്തോടെ തന്നെ അയാളോട് മറുപടി പറഞ്ഞു. ഡാ, അയാൾ പാഞ്ഞു വന്ന് റിച്ചിയുടെ ഷർട്ടിൽ പിടിച്ചു. അതെ, നിങ്ങളുടെ ഓഫീസിൽ സ്റ്റാഫിനോട് കാണിക്കുന്ന പരിപാടികളൊന്നും ഈ റിച്ചിയോട് വേണ്ട. അതൊക്കെ അവിടെ ചെന്നങ്ങ് കാണിച്ചാൽ മതി. അവൻ അയാളുടെ കൈകൾ ഷർട്ടിൽ നിന്നും വിടുവിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും കാലം ഞാനുണ്ടാക്കിയ പണം കൊണ്ട് ജീവിച്ചിട്ട് ഇപ്പോൾ വേറൊരുത്തനെ കണ്ടപ്പോൾ എന്നെ വിലയില്ലാതായി നിനക്ക് അല്ലേ? ജോൺ പൊന്നുവിൻ്റെ അടുത്തേക്ക് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. മതി, നിർത്ത്. ശരിയാ, ഇത്രയും വർഷം പപ്പയുടെ പണം കൊണ്ടാണ് ഞാൻ ജീവിച്ചത്. പപ്പ വിഷമിക്കണ്ട. എനിക്ക് ജോലി കിട്ടുമ്പോൾ ആദ്യം ചെയ്യുന്നത് പപ്പ എനിക്ക് വേണ്ടി ചിലവാക്കിയ പണം പപ്പയ്ക്ക് തന്നെ തിരികെ തരിക എന്നുള്ളതായിരിക്കും. പൊന്നു തിരികെ ദേഷ്യത്തോടെ പറഞ്ഞതും എല്ലാവരും അത്ഭുതത്തോടെ അവളെ നോക്കി. ഇതുവരെയും അവൾ ആരെയും എതിർത്ത് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ലായിരുന്നു. അത്രയും അയാളോട് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. നീ എന്നോട് ഒച്ചുയർത്തി സംസാരിക്കാറായോ? അയാൾ അത്രയും പറഞ്ഞുകൊണ്ട് അവളുടെ നേരെ കൈ ഉയർത്തിയതും അയാളുടെ കയ്യിൽ ആരോ പിടിച്ചിരുന്നു. പിടിച്ചിരിക്കുന്ന ആളിനെ കണ്ടതും എല്ലാവരും ഞെട്ടി. മമ്മി, പൊന്നു പറഞ്ഞു. തൊട്ടുപോകരുതെൻ്റെ മോളെ. തലോടാൻ ഉയരാത്ത ഈ കൈകൾക്ക് അവളെ തല്ലാനുള്ള അവകാശവുമില്ല. അന്ന പുച്ഛത്തോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. എന്നു മുതലാടി നീ എന്നെ എതിർക്കാൻ തുടങ്ങിയത്? അയാൾ അന്നയ്ക്ക് നേരെ തിരിഞ്ഞു. ഇന്നു മുതൽ, ഇന്നീ നിമിഷം മുതൽ. ശരിയാ, ഇന്ന് വരെ നിങ്ങളെ ഞാൻ എതിർത്തിട്ടില്ല. എന്നെ വേദനിപ്പിച്ചപ്പോൾ പോലും ഞാൻ ഒന്നും എതിർത്തിട്ടില്ല. നിങ്ങൾ കാണിക്കുന്നതും പറയുന്നതുമെല്ലാം ഞാൻ കണ്ടും കേട്ടും സഹിച്ചു നിന്നിട്ടുണ്ട്. എൻ്റെ മോൾക്ക് വേണ്ടി. അവൾക്ക് അപ്പനില്ലാതെ ആകരുതെന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം. അന്ന പറഞ്ഞുകൊണ്ട് കരഞ്ഞു. അലക്സി വന്ന് അവളെ ചേർത്ത് പിടിച്ചു. വയ്യ ഇച്ചായ, എനിക്ക് മടുത്തു. ഇത്രയും വർഷം ഞാൻ പിടിച്ചു നിന്നത് ഇവൾക്ക് വേണ്ടിയാ, എൻ്റെ കുഞ്ഞിന് വേണ്ടിയാ. എനിക്കുണ്ടായതുപോലെ ഒരു ജീവിതം എൻ്റെ കുഞ്ഞിനുണ്ടായിക്കൂടാ. ഞാൻ ജീവനോടെ ഇരിക്കുമ്പോൾ അതിന് ഞാൻ സമ്മതിക്കില്ല. നമ്മുടെ അപ്പൻ പണം മാത്രം കണ്ട എന്നെ ഇയാളുടെ കൂടെ കെട്ടിച്ചത്. അവിടെ തൻ്റെ മകൾക്ക് സന്തോഷമുണ്ടോ സമാധാനമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടില്ല. പണം കൊണ്ട് വാങ്ങാനാവാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഞാനവിടെ സമാധാനത്തോടെ ഒന്നും ഉറങ്ങിയിട്ടില്ല. മദ്യത്തിനും പണത്തിനും മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സ്വാർത്ഥൻ മാത്രമാണ് ഇയാൾ. എൻ്റെ മോളെ സ്വന്തം മോളായിട്ട് പോലും കണ്ടിട്ടില്ല. കൃഷ്ണേട്ടൻ്റെ മകളാണെന്നാണ് ഇയാൾ പറയുന്നത്. ഇത്രയും വർഷം ഞാനതൊക്കെ സഹിച്ചു, ക്ഷമിച്ചു. ഇനി എനിക്ക് വയ്യ. ഇപ്പോൾ പോലും ഇയാൾ അവളെ കെട്ടിക്കുന്നത് ഇയാളുടെ ബിസിനസ്സിൻ്റെ ലാഭത്തിന് വേണ്ടി മാത്രമായിരിക്കും. അല്ലാതെ എൻ്റെ കുഞ്ഞിനൊരു ജീവിതം കിട്ടണമെന്ന് കരുതിയിട്ടല്ല. അയാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ആളാണ് ഇയാൾ. അവൾ പറഞ്ഞുകൊണ്ട് കരഞ്ഞു. റീനയും സിബിയും വന്ന് അവളെ ആശ്വസിപ്പിച്ചു. അന്നയുടെ അവസ്ഥ അറിഞ്ഞ അമ്മച്ചിയും പൊട്ടിക്കരഞ്ഞു. തങ്ങൾ അന്ന് ചെയ്തത് വലിയൊരു തെറ്റായിപ്പോയെന്ന് ആ അമ്മയ്ക്ക് തോന്നി. വലിയ വീടും പത്രാസും ഒക്കെ കണ്ട് അവളുടെ ഇഷ്ടം പോലും നോക്കാതെയാണ് അന്ന് അവളെ കെട്ടിച്ചു വിട്ടത്. ജോണിന് പോകാം. അത്രയും നേരം നിശബ്ദമായി നിന്ന അമ്മച്ചി പറഞ്ഞതും എല്ലാവരും അമ്മച്ചിയെ നോക്കി. ഞാൻ പറഞ്ഞത് കേട്ടില്ല എന്നുണ്ടോ? ജോണിന് ഇവിടെ നിന്നും പോകാം. എൻ്റെ മകളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് അബദ്ധം പറ്റി. പക്ഷെ എൻ്റെ കൊച്ചുമകളുടെ കാര്യത്തിൽ അത് ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മച്ചി പറഞ്ഞതും എല്ലാവരും അത് ശരിവെച്ചു. അയാൾ അന്നയുടെ മുഖത്തേക്ക് നോക്കി. അളിയൻ അവളെ നോക്കണ്ട. അവളും മോളും ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല. അലക്സി ഉറപ്പോടെ തന്നെ പറഞ്ഞു. ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ മോളെ നോക്കുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഞങ്ങൾക്കതിന് അഭിമാനക്കുറവുമില്ല. ജോസഫും പറഞ്ഞു. അയാൾ അന്നയെ നോക്കിയതും അന്നയെ വിളിച്ചുകൊണ്ട് റീനയും സിബിയും അവിടെ നിന്നും റൂമിലേക്ക് പോയിരുന്നു. അയാൾ പൊന്നുവിൻ്റെ മുഖത്തേക്ക് നോക്കി.
അവളിപ്പോഴും റിച്ചിയുടെ നെഞ്ചിൽ തലവെച്ച് നിൽക്കുകയാണ്. അവൻ ഒരു കൈകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അയാൾ തല കുനിച്ചുകൊണ്ട് അവിടെ നിന്നും ഇറങ്ങി കാറിൽ കയറിപ്പോയി. ഒരു കൊടുങ്കാറ്റ് അടിച്ചു പോയതുപോലെ ഒരു ഫീലായിരുന്നു എല്ലാവർക്കും. റിച്ചി അവളെയും കൊണ്ട് മുറിയിലേക്ക് പോയി. കൂടെ ആൽബിയും അപ്പുവും കിച്ചുവും ഉണ്ടായിരുന്നു. അന്നയുടെ അടുത്ത് റീനയും സിബിയും അമ്മച്ചിയും ആനിയും ഇരുന്നു. പപ്പന്മാരെല്ലാം ഹാളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. അന്ന, ഇങ്ങനെ വിഷമിക്കാതെ, നീ ചെയ്തതാണ് ശരി. ഇത് കുറച്ചുകൂടി നേരത്തെ ചെയ്യേണ്ടതായിരുന്നു. റീന അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അതെ, നിനക്ക് നേരത്തെ ഇതൊക്കെ ഇച്ചായന്മാരോട് പറഞ്ഞുകൂടായിരുന്നോ? സിബി ചോദിച്ചു. എനിക്കറിയില്ല ചേച്ചി, എനിക്ക് ഒന്നിനും തോന്നിയില്ല. എൻ്റെ മോളും മാത്രമേ എനിക്കപ്പം മുൻപിലുണ്ടായിരുന്നുള്ളൂ. എൻ്റെ കുഞ്ഞ് അനാഥയായി പോകരുതെന്ന് മാത്രമാണ് ഞാൻ അപ്പോഴൊക്കെ ചിന്തിച്ചത്, അന്ന പറഞ്ഞു. അവൾക്ക് നീയും ഞങ്ങളും ഒക്കെ ഉള്ളപ്പോൾ അവൾ എങ്ങനെ അനാഥയാകുന്നത്? റീന അവരെ നോക്കി ചോദിച്ചു. അത് പറഞ്ഞതും അന്ന പൊട്ടിക്കരഞ്ഞു. ഇനിയും എന്തെങ്കിലും പറഞ്ഞാൽ അവൾ വീണ്ടും കരയുമെന്ന് കരുതി അമ്മച്ചിയെ ഇരുത്തിയിട്ട് അവർ അടുക്കളയിലേക്ക് ചായ ഇടാൻ പോയി. അവൾ അമ്മച്ചിയുടെ മടിയിലേക്ക് തല വെച്ച് കിടന്നുകൊണ്ട് മയങ്ങി. എത്രയും പെട്ടെന്ന് തന്നെ മക്കളുടെ വിവാഹം നടത്തണം, ഇനി അധികം താമസിപ്പിക്കേണ്ട, ജോസഫ് എല്ലാവരെയും നോക്കി പറഞ്ഞു. പക്ഷേ അയാൾ അതിന് സമ്മതിക്കുമോ? വിൽസൺ സംശയത്തോട് ചോദിച്ചു. നമ്മൾ ഡേറ്റും ദിവസവും എടുത്തിട്ട് അയാളോട് പറയും. വരുവാണെങ്കിൽ അയാൾ വരട്ടെ, ഇല്ലെങ്കിൽ നമ്മളൊക്കെ ജീവനോടെ ഉണ്ടല്ലോ അവളുടെ വിവാഹം നടത്താൻ, അലക്സി പറഞ്ഞു. അന്നയുടെ കാര്യത്തിൽ പറ്റിയ തെറ്റ് പൊന്നുമോളുടെ കാര്യത്തിൽ ഇനി പറ്റാൻ പാടില്ല, ജോസഫ് അയാളുടെ തീരുമാനം പറഞ്ഞു. എങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം. നല്ലൊരു ഡേറ്റ് എടുത്തിട്ട് അച്ഛനെ കണ്ട് വിവരങ്ങളൊക്കെ സംസാരിക്കാം, വിൽസൺ പറഞ്ഞതും അവരും അത് ശരിവെച്ചു. പൊന്നുവിൻ്റെ റൂമിൽ ഒത്തുകൂടിയിരിക്കുകയാണ് പിള്ളേര് സെറ്റ്. കിച്ചു അവിടെ ടേബിളിനടുത്തായി കിടക്കുന്ന ഒരു കസേര വലിച്ച് ബെഡിനടുത്തിരിപ്പുണ്ട്. ആൽബി കട്ടിലിൽ പൊന്നുവിൻ്റെ അടുത്തായിട്ടും അതിന് തൊട്ടപ്പുറത്ത് അപ്പവും ഇരിപ്പുണ്ട്. റിച്ചി അവളുടെ കാലിൻ്റെ സൈഡിലായിട്ട് പൊന്നുവിനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നു ആൽബിയുടെ ഷോൾഡറിൽ തലവെച്ച് റിച്ചിയെ നോക്കാതെ വേറെ എങ്ങോട്ടോ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, ഇവിടെ ഇപ്പോൾ ആരാ മരിച്ചത്? കിച്ചു ചോദിച്ചതും എല്ലാവരും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അല്ല, എല്ലാവരും ഇങ്ങനെ ആരോ മരിച്ചതുപോലെ സൈലൻ്റായിട്ട് നോക്കിയിരിക്കുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. അവരുടെ നോട്ടം കണ്ടുകൊണ്ട് അവൻ നിഷ്കുവായി പറഞ്ഞു. അവൻ്റെ പറച്ചിലും രീതിയും കണ്ടപ്പോൾ അവർക്കെല്ലാവർക്കും ചിരി വന്നു. എന്നാൽ പൊന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അപ്പോഴും ആ ലോകത്തൊന്നും അല്ലായിരുന്നു. മോളെ പോട്ടെ, സാരയില്ല. നിന്റെ പപ്പ അങ്ങനെയായി പോയതിന് ഇപ്പം നമ്മളെന്ത് ചെയ്യാനാ? ആൽബി അവളുടെ തലയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. അതെ, പാവം അന്നയാൻറ്റി വരെ എതിർത്ത് സംസാരിച്ചില്ലേ അയാളോട്? അല്ല, എനിക്ക് അയാളുടെ വർത്തമാനം എല്ലാം കൂടി കേട്ടപ്പോൾ ഒന്ന് കൊടുക്കണമെന്നുണ്ടായിരുന്നു, അപ്പു അവൻ്റെ അഭിപ്രായം പറഞ്ഞു. മോള് ചെയ്തത് തെറ്റല്ലടാ, പിന്നെന്തിനാ മോള് വിഷമിക്കുന്നേ? ആൽബി അവളെ നോക്കി ചോദിച്ചു. അവർ ഓരോന്ന് പറഞ്ഞിട്ടും അവൾ തിരിച്ചൊന്നും പറഞ്ഞില്ല. പൊന്നു, റിച്ചി അവളുടെ കാലിൽ തൊട്ടുകൊണ്ട് വിളിച്ചു. വേണ്ട, പോ, എന്നെ തൊടണ്ട, എന്നോട് മിണ്ടണ്ട. ഞാൻ പോയാൽ എന്നെ വേണ്ടെന്ന് വെക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നെ അന്വേഷിച്ച് വരില്ലെന്ന് പറഞ്ഞില്ലേ? എന്നെ ഇഷ്ടമല്ലാത്തോണ്ടല്ലേ? പോ. അവളുടെ കാലുകൾ പുറകോട്ട് വലിച്ചുകൊണ്ട് റിച്ചിയോട് പറഞ്ഞതും റിച്ചി അന്തം വിട്ട് അവരെ നോക്കി. അവരെല്ലാം ചിരി കടിച്ചു പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? കിച്ചു പറഞ്ഞുകൊണ്ട് എല്ലാവരെയും നോക്കി. റിച്ചി അവനെ നോക്കി പല്ലിരുമ്മി. എന്തൊക്കെയായിരുന്നു? പപ്പയോട് ചെയ്തത് സാരയില്ല, വിഷമിക്കണ്ട. ഇവൾക്കല്ലേലും അതൊന്നും അല്ലായിരുന്നു വിഷമം. ഇച്ചു പറഞ്ഞതും അത്രയും നേരം ചിരി കടിച്ചു പിടിച്ച ആൽബിയും അപ്പവും ചിരിച്ചു. റിച്ചി ദയനീയമായിട്ട് എല്ലാവരുടെയും മുഖത്തേക്ക് നോക്കി. എന്നാലും ചേട്ടായി അങ്ങനെ പറഞ്ഞത് വലിയ മോശമായിപ്പോയി. എന്തൊക്കെയാണെങ്കിലും വലിയ സ്നേഹമോ പ്രേമോ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ പപ്പയുടെ കൂടെ പോയ ചേട്ടായിയെ പിന്നെ മറന്നേക്കണമെന്നൊക്കെ പറയാൻ പാടില്ലായിരുന്നു, അല്ലേ ആൽബിച്ചായ? കിച്ചു ഒരു കണ്ണിട്ട് പൊന്നുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എടാ, എരുതിയിൽ എണ്ണ ഒഴിക്കാതെ കിച്ചു, അപ്പു ചിരിച്ചുകൊണ്ട് അവനോട് മറുപടി പറഞ്ഞു. എന്നെ ഇഷ്ടമല്ല, അതാ ഞാൻ പോയാൽ എന്നെ വേണ്ടെന്ന് വെക്കൂന്ന് പറഞ്ഞത്, അവൾ ചുണ്ട് കുറിപ്പിച്ച് ആൽബിയോട് പരാതി പോലെ പറഞ്ഞു. മോളെ, അത് ചേട്ടായി അപ്പോഴത്തെ ദേഷ്യത്തിന് പറഞ്ഞതായിരിക്കും. ആൽബി അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. അല്ല, മനസ്സിലുണ്ടായതുകൊണ്ടാണ് പറഞ്ഞത്. പപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ മമ്മി എതിർത്തില്ലായിരുന്നുവെങ്കിൽ മമ്മി എന്നെ കൊണ്ടുപോവില്ലേ? അപ്പോൾ എന്നെ വേണ്ടെന്ന് വെച്ചേനെ. ഞാൻ പോയാൽ വേറെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഇപ്പോൾ, അവൾ ചുണ്ട് കുറിപ്പിച്ച് പറഞ്ഞതും റിച്ചി സംശയത്തോടെ അവളെ നോക്കി. അതാരാടി വേറെ ആൾക്കാർ? കിച്ചു സംശയത്തോട് ചോദിച്ചു. ആ അനീറ്റ ചേച്ചി, ഞങ്ങളുടെ കോഴ്സിനുള്ളതാ. ആ ചേച്ചി ഇച്ചായൻ്റെ പുറകെയാ. ഇച്ചായൻ ഒന്നും പറയില്ല അവളോട്.
ഇച്ചായന് പറയാലോ ഞാൻ ഇച്ചായൻ്റെ ആണെന്ന്. ഞാൻ കസിനാണെന്ന് പറഞ്ഞതുകൊണ്ടല്ലേ ആ സുന്ദരിക്കോത പുറകെ നടക്കുന്നത്. അവൾ ചുണ്ടു കൂർപ്പിച്ച് പറഞ്ഞു. ഓ, മറ്റേ അനീറ്റ, അതല്ലേ ചേട്ടായി എപ്പോഴും വിളിക്കുന്നേ? കിച്ചു പറഞ്ഞതും പൊന്നു ഉൾപ്പെടെ എല്ലാവരും അവനെ നോക്കി. എന്താ? പൊന്നു സംശയത്തോട് ചോദിച്ചു. ആടി, നിന്റെ ഇച്ചായനെ എപ്പോഴും വിളിക്കും ഒരനീറ്റ. നിന്റെ ഇച്ചായനും അവളെ അങ്ങോട്ട് വിളിക്കുമല്ലോ. കിച്ചു പൊന്നുവിനെ നോക്കി നിഷ്കു ചമഞ്ഞുകൊണ്ട് പറഞ്ഞതും പൊന്നുവിൻ്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ആണോ? കിച്ചു പറഞ്ഞ സത്യമാണോ? അവൾ എപ്പോഴും വിളിക്കുമോ? ഇച്ചായനെ അവളെ വിളിക്കുമല്ലേ? അപ്പോൾ ഞാനെന്താ ടൈം പാസ് ആയിരുന്നോ? പൊന്നു അവൻ്റെ ഷർട്ടിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഡി, റിച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചതും കൊച്ചു ഞെട്ടി. എൻ്റെ പ്രണയം ടൈം പാസ്സാണെന്ന് പറഞ്ഞാലുണ്ടല്ലോ കൊന്നുകളയും ഞാൻ. അവൻ അവളുടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. റിച്ചി! ആരോ വിളിക്കുന്നത് കേട്ടതും അവർ തിരിഞ്ഞു നോക്കി. വിശ്വയും അരുണുമായിരുന്നു. എന്താ റിച്ചി ഇത്? അരുൺ പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി വന്നു. പിന്നെ ഇവൾ പറയുന്നത് നീ കേട്ടില്ലേടാ? ഞാൻ ഇവളെ സ്നേഹിക്കുന്നത് ടൈം പാസ് ആണെന്ന്. റിച്ചി ദേഷ്യത്തോടെ അവന്മാരെ നോക്കി പറഞ്ഞു. എന്താ മോളെ ഇത്? അങ്ങനെയാണോ മോള് കരുതിയിരിക്കുന്നത്? നിനക്ക് തോന്നുന്നുണ്ടോ അവൻ ടൈം പാസ്സായിട്ടാണ് നിന്നെ കാണുന്നതെന്ന്? വിശ്വ അവളുടെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഞാനിവിടുന്ന് പോയാൽ എന്നെ തിരക്കി വരില്ല എന്ന് പറഞ്ഞു. അവൾ വിശ്വയെ നോക്കി പരാതി പറഞ്ഞു. ആൽബി അപ്പവും കൂടി അവിടെ നടന്ന സംഭവങ്ങളൊക്കെ അവരോട് പറഞ്ഞു. അത് മോളുടെ ഇച്ഛായ മോള് പോകാതിരിക്കാൻ വേണ്ടി പറയുന്നതല്ലേ. അങ്ങനെ ചെയ്യുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ? അരുൺ അവളോട് പറഞ്ഞതും അവളില്ല എന്ന് തലയാട്ടി. എന്താ കിച്ചു ഇത്? നീ കണ്ടിട്ടുണ്ടോ അനീറ്റ ഇവനെ എപ്പോഴും വിളിക്കുന്നത്? വിശ്വ കൈകെട്ടി നിന്നുകൊണ്ട് ചോദിച്ചു. 1-2 തവണ കണ്ടിട്ടുണ്ട്. അപ്പോഴെല്ലാം ചേട്ടായി ഫോൺ കട്ട് ചെയ്ത് വിടും. കിച്ചു താഴേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. പിന്നെ നീ എന്തിനാ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്? അരുൺ അവനെ നോക്കി ചോദിച്ചു. അത് ചുമ്മാ ഇവളെ ദേഷ്യം പിടിപ്പിക്കാൻ, അവൻ വിഷമത്തോടെ പറഞ്ഞു. ഇച്ചായ! അത് കേട്ടതും അവൾ റിച്ചിയുടെ അടുത്ത് വന്ന് അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് വിളിച്ചു. പോടി! അവൻ അവളുടെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ പോകുന്നത് കണ്ടതും അവൾക്ക് വിഷമമായി. സോറി ഡി, കിച്ചു അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. അതൊന്നും സാരമില്ലടാ, ഇത് ഞാൻ ചോദിച്ചു വാങ്ങിയതാ. അവൾ ചിരിച്ചുകൊണ്ട് എല്ലാവരെയും നോക്കി പറഞ്ഞതും അവരെല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി.